ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കുറേ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മീഷോയിലെ ബീറ്റ്സ് ആൻഡ് ഫാഷൻസിൽ നിന്നാണ് കേട്ടോ ഇതെല്ലാം ഞാൻ വാങ്ങിയേക്കുന്നത്. പിന്നീട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതുപോലാണ് ഈ ഒരു ബോക്സ് ഇരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 230 രൂപയാണ്. ഇതിനകത്ത് ഇതുപോലെ 10 കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ പീസിലും ഈ ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സിനകത്തും 50 എണ്ണം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ 500 എണ്ണമാണ് കിട്ടുന്നത്. പിന്നെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. ഞാൻ ഇതുപോലെ ചെറിയ ബോക്സസ് ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബോക്സും കൂടെ ചേർത്തായതുകൊണ്ട് സംഭവം കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇച്ചിരി വില ഹൈ ആണ്, എന്നാലും കുഴപ്പമില്ല. ബോക്സൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് ഇത് 6 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. മുത്തിന് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇത് നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇത് വെച്ച് നമുക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് എല്ലാം ചെയ്യാം. ഇതുപോലെ ബ്ലൂ കളർ കിട്ടുന്നുണ്ട്, സ്കൈ ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ, ഗ്രേ, ഓറഞ്ച്, റെഡ്, പിന്നെ ഇതുപോലെ ഗ്രീന്, പിന്നെ ലൈറ്റ് ഗ്രീന്, അങ്ങനെ സംഭവം എല്ലാം സെറ്റാണ്. നല്ല ഡ്രസ്സല്ലേ കാണാൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ചെറിയ ബോക്സാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താലും സംഭവം നല്ലതാണ്, കൊള്ളാം. പിന്നീട് നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതാണ്ട് ഇത് ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഭവം നൈസാണ്, ഈ ഒരു റേറ്റിന് ഓക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലിതുപോലെ നമുക്ക് തങ്കൂസ് നൂലൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ തങ്കൂസ് നൂല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇലാസ്റ്റിക് വയർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇതുപോലെ നമുക്ക് ഇയർ ഹുക്ക് കിട്ടിയിട്ടുണ്ട്, ജംപ് റിങ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ നമ്മുടെ ഹുക്കും കിട്ടിയിട്ടുണ്ട്, കണക്ട് ചെയ്യാനുള്ള കൊളുത്ത്. കണ്ടില്ലേ? അപ്പോൾ ഇത് ഈ ഒരു റേറ്റിന് ഓക്കെയാണ്. 230 രൂപയാണ്. ഇതുപോലെ നമുക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നീട് ഇതുപോലെ ഈ ഐറ്റംസും തന്നതുകൊണ്ട് ഓക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു ഐറ്റം തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ നല്ല പൂ ഷേപ്പിലാണ് ഇതിൻ്റെ ബോക്സ് ഇരിക്കുന്നത്. ബോക്സ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ബോക്സ് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. പിന്നീട് അകത്ത് കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് നല്ല കുഞ്ഞ് മുത്തുകളാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഇത്രയും കൂടെ ഈ ഒരു റൗണ്ട് മാത്രം 12 എണ്ണം ഉണ്ട്. പിന്നീട് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് വൈറ്റും ബ്ലാക്കും സ്വർണ്ണ കളറും കൂടെ ചേർത്ത് 15 ടോട്ടൽ മുത്തുകൾ ഇതിനകത്തുണ്ട്, കളേഴ്സ്. പിന്നീട് ഇതിനകത്തും നമുക്ക് ഇതുപോലെ തങ്കൂസ് നൂല് കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? പിന്നീട് ഇതും ബീറ്റ്സ് ആൻഡ് ഫാഷൻസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഇതെല്ലാം ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് പല ആളുകൾ പല സമയത്ത് കൊണ്ടുവരുന്നതിൽ നല്ല എല്ലാം ഒരുമിച്ചങ്ങ് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഇതുപോലെ മാക്സിമം ഒരുമിച്ചേ ഓർഡർ ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ചെറിയ മുത്തുകളാണ്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. ഞാൻ പക്ഷെ കുറച്ചും കൂടെ വലുതായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷെ കിട്ടിയത് ഇതാണ്. പക്ഷെ കുഴപ്പമില്ല, ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നാൽ ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ നന്നായിരുന്നേന്ന് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഇതെല്ലാം പൊട്ടിച്ച് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബോക്സാണ് ശരിക്കും എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഇതുപോലെ ഉള്ള കവേഴ്സിലാണ് ഇത് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടാൽ മതി. കണ്ടില്ലേ, നമുക്ക് ഏതായാലും ഇങ്ങനത്തെ നല്ല അടിപൊളി ബോക്സ് ഉള്ളതുകൊണ്ട് നമുക്കിത് അതിനകത്ത് തന്നെ ഇട്ടേക്കാം. കണ്ടില്ലേ, ഇത്രയും ചെറിയ കുഞ്ഞു മുത്താണിത്. ഇതിനകത്ത് കൊരുക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, പറ്റുമായിരിക്കണം. നമുക്ക് എന്തായാലും ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
എങ്ങാണോ ഇത് തറയെ വീണാലുള്ള അവസ്ഥ, എന്തോ പാടായിരിക്കും പറക്കിയെടുക്കാൻ. മാക്സിമം സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ ഇടുന്നത്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നീട് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർക്കും എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അപ്പം മിക്കപ്പോഴും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമെങ്കിലും ബെല്ലൈക്കണിൻ്റെ കാര്യം ഞാൻ പറയാറേ ഇല്ല. അപ്പം നിങ്ങളെല്ലാം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അതിനകത്ത് ഞെക്കുമ്പോൾ ഓൾ എന്നുള്ള ഒരു ബട്ടണുണ്ട്, അതിൽ ഞെക്കിയേക്കുക. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരും. അപ്പോൾ കുറേ ദിവസമായിട്ടും എൻ്റെ നോട്ടിഫിക്കേഷൻ മിക്കവർക്കും ചെല്ലുന്നില്ല. എനിക്കൊന്ന് കുറച്ച് പേർക്കൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ മൊബൈൽ എടുത്ത് നോക്കിയപ്പം എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചപ്പോഴത്തേന് കുഴപ്പമില്ല, ഇപ്പോൾ ചെല്ലുന്നുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കുക. ഇപ്പോൾ ഏകദേശം ഇതൊരു അത്തപ്പൂക്കളം മാതിരിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷേ ഈ മുത്ത് കുറച്ച് വലുതായിരുന്നെങ്കിൽ നന്നായേനെ. നമ്മുടെ ഈ ഒരു കളർ മുത്ത് ഇതിനുള്ളിൽ പോയിട്ടുണ്ട്, ഏതോ ഒരെണ്ണം. നമ്മുടെ കയ്യിൽ ഈ ഒരു ട്വീസേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മൾ ഇതൊരുമാതിരി അത്തപ്പൂക്കളം പോലെ ഇത്രയും 12 എണ്ണവും ഇതിലിട്ടെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ 3 എണ്ണം കൂടി ഇടാനാണ് ഈ ഒരു വലിയ സ്പേസ് തന്നത്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അങ്ങനെ. പക്ഷെ ഇപ്പം ഞാൻ അത് ഇടുന്നില്ല, കാരണം ഇത് 3ഉം കൂടെ എന്തുമല്ല ഇതിനകത്ത് ഫുള്ളും കൂടെ അങ്ങ് മിങ്കിളായി പോവും. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുത്തെടുക്കാൻ പാടായതുകൊണ്ട് ഈ 3 എണ്ണം ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കാണ്. നമുക്കിതിൻ്റെ നടുക്ക് മറ്റെന്തെങ്കിലും ഇതുപോലെ 3 എണ്ണം ഒട്ടിച്ചേച്ച് ഇതിടാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് സംഭവം. നല്ല രസമല്ലേ? എനിക്ക് ബോക്സാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാമല്ലേ? പിന്നീട് ഇതിൻ്റെ വില വരുന്നത് 230 രൂപയാണ്. ഈ ബോക്സും ഒക്കെ ആയിട്ട് തരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഇച്ചിരി റേറ്റ് ഹൈ അല്ലേ എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിതൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാനാണ്? നല്ല റേറ്റാണ് മുത്തുകൾക്ക്, പല മുത്തിനും പല റേറ്റാണ്. അപ്പോൾ അതനുസരിച്ചിരിക്കും നമ്മളുടെ ജ്വല്ലറീസൊക്കെ ആളുകൾ ഉണ്ടാക്കുമ്പം വിൽക്കുമ്പോൾ നമ്മൾ പറയത്തില്ല ഇതിനെന്താണ് ഇത്രയും റേറ്റ്. കാരണം അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ബീഡ്സിന് ഭയങ്കര റേറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അവർ അത്രയും എടുക്കുന്നത്. അപ്പോൾ ഇത് സംഭവം ഇതാണ്.
കൊള്ളാമല്ലേ? അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ വാങ്ങുക. ഞാൻ താഴെ എന്തുപോലെ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. ഇത് എടുത്ത് കമത്താനൊന്നും ഒക്കത്തില്ല, കാരണം ഇതെല്ലാം സ്പ്രെഡായി പോവും. അപ്പോൾ ഇത് നല്ലപോലെ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു സംഭവമാണ്. പിന്നീട് നമ്മൾ ദാണ്ട് ഇതുപോലെ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ മുത്ത് തന്നെയാണ്. നമ്മൾ ഈ കുന്നൻ സ്റ്റോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്കതിൻ്റെ അറ്റത്തൊക്കെ മുത്തിടാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഹെൽപ്പാണ്. കണ്ടില്ലേ? ഇത് ഏകദേശം 1000 എണ്ണം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇളക്കി അങ്ങ് എടുത്താൽ മതി. പിന്നെ അറ്റത്തങ്ങാണ്ട് കമ്പിയുണ്ട്, ഉണ്ട്. ഇതുപോലെ കമ്പി അങ്ങ് നേരെ ആക്കാം. ഇതുപോലെ നമ്മൾ ആ കമ്പി അങ്ങ് മാറ്റിയിട്ട് ഇതിനുള്ളിൽ കൂടെ ഈ മുത്തുകളൊക്കെ ഇങ്ങനെ പറക്കിയെടുത്താൽ മതി. ഇതുപോലെ. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മുത്തില്ലേ, കുഞ്ഞു മുത്തിനകത്ത് നമ്മളുടെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് വെച്ചിട്ട് ഇവർ കൊരുത്ത് വെച്ചേക്കുവാണ്. ഇത് നമുക്ക് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാം, പക്ഷെ ഭയങ്കര പാടാണ്. എത്ര സമയം എടുത്താണ് ഇത്രയും എണ്ണം ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല പാടാണ്. പിന്നീട് റൗണ്ട് ഹെഡഡ് ബോൾ പിൻസിനും തന്നെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമൊന്നുമല്ല. പിന്നെ ഇത് 190 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കൊള്ളാം, കുഴപ്പമൊന്നുമില്ല ആ ഒരു റേറ്റിന്. പിന്നീട് ഇതിനകത്ത് കുറേ വീണ് കിടപ്പുണ്ടായിരുന്നു, അതിൽ നിന്ന് എടുത്ത് കാണിക്കാം. അതാണ് ഇതുപോലെ. അപ്പം നമ്മൾ കുന്തൻ സ്റ്റോൺ ഇയറിംഗ് എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഇപ്പോൾ നമുക്ക് ഐ പിൻസ് ഹെഡ് പിൻസ് ഒക്കെ ഇല്ലേ, ഐ പിൻസിനകത്തൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇടത്തില്ലേ. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നതിന്. പിന്നീട് അതിന് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഇയറിങ്സ് ചെയ്യാൻ നേരം ഇത് യൂസ് ചെയ്യാം. ഇത് ഞാൻ പണ്ട് ചെയ്തൊരു ഇയറിംഗ് ആണ്. അതിൻ്റെ അറ്റത്ത് ഇതുപോലെ മുത്തുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ മുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇത് ഞാൻ തന്നെ ആയിട്ട് ചെയ്തതാണ്, നമ്മുടെ റൗണ്ട് ഹെഡഡ് ബോൾ പിൻസ് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യണ്ട, ഇതെടുത്തങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 190 രൂപയാണ്. ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവർ 1000 എണ്ണം തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, കാരണം ഇത്രയോടെ നമുക്ക് എണ്ണയൊന്നും എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ സംഭവം കൊള്ളാം. ഇതും ബീറ്റ്സ് ആൻഡ് ഫാഷനിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. എല്ലാം ഞാൻ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. പണ്ട് എനിക്കറിയത്തില്ലായിരുന്നു ഇതുപോലെ ആ ഷോപ്പ് വ്യൂ ചെയ്തിട്ട് അതിലുള്ള ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങാമല്ലോ. ആദ്യം ഞാൻ വിചാരിച്ചത് മീഷോയിൽ നിന്ന് ഒരേ ടൈമിൽ ഓർഡർ ചെയ്യുന്നതെല്ലാം ഒരുമിച്ച് വരുമെന്നാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലാം പല സമയത്ത് പല ആളുകളാണ്. അപ്പോൾ ഓരോരുത്തർ വിളിക്കുമ്പോഴും നമ്മൾ അവർക്ക് ഇതുപോലെ സ്ഥലം പറഞ്ഞു കൊടുക്കണം. അതൊരു മെനക്കീട് ഏർപ്പാട് തന്നെയാണ്. പിന്നെ അതൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് ഒരേ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതും സെറ്റായി. ഇത് നിങ്ങൾക്ക് ഇയറിങ്സിന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെനിക്ക് നല്ല രീതിക്ക് പണി കിട്ടി. ഇപ്പം ഞാൻ ഇത് ചുമ്മാ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കലാണ് എൻ്റെ പണി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 210 രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങിയ ഐറ്റമാണ്. എൻ്റെ പൈസ വെറുതെ പോയി എന്നെനിക്കൊരു തോന്നലും ഉണ്ട്. ഇനിയിപ്പം ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു കട്ടറിൻ്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ആ ടൂള് പഴയതാണ്. ഇത് കട്ട് ചെയ്തിട്ട് കട്ടാവുന്നില്ല. ഇതുപോലെ ഞാൻ എന്താണ്ട് ഇതൊന്ന് ഇതാക്കി. ഞാൻ വിചാരിച്ചത് ഇതിപ്പം റിങ് മാത്രമല്ലല്ലോ, നമുക്ക് വേറെ ഇയറിങ്ങും ഒക്കെ ചെയ്തെടുക്കാമെന്നും പറഞ്ഞാണ് ഓർഡർ ചെയ്തത്. ഇതുപോലെ ഞാൻ ചുറ്റിയിട്ട് കട്ട് ചെയ്യാൻ നോക്കുന്നു. ഇത് കട്ടാവുന്നതേ ഇല്ല. പിന്നെ ഞാൻ ഇത് പിടിച്ച് വളച്ച് പോയത് കൊണ്ട് ഇത് ഞാൻ തിരിച്ചു അയച്ചില്ല. ചിലപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ടൂളിൻ്റെ കുഴപ്പമായിരിക്കാം. പക്ഷേ എന്നാലും ഇത് നമ്മൾ പിടിച്ച് വളച്ചിട്ട് എങ്ങനെ തിരിച്ചയക്കുമെന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ച് കൊടുത്തില്ല.
അങ്ങനെ എൻ്റെ 210 രൂപ വേസ്റ്റായി എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് വെച്ച് ഞാൻ എന്തെങ്കിലും ഐറ്റംസ് ചെയ്യും. എന്നാലും ഇപ്പം എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് വാങ്ങേണ്ടിയിരുന്നില്ല. പക്ഷേ ഇങ്ങനെ എനിക്ക് തോന്നുന്നു സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെ ഇട്ട് ചുമ്മാ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. എനിക്കിത് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു, കാരണം ഇത് കട്ടാവുന്നില്ല. എന്തായാലും 210 രൂപയാണ് ഇതിന്. നിങ്ങളുടെ നല്ല കത്രിക ഉണ്ട് ഇതുപോലെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റിങ്ങാണ് സംഭവം. കുറച്ച് കട്ട് ചെയ്തിട്ട് മുത്തൊക്കെ ഇട്ടിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇതുപോലെ 4 എണ്ണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതും ബീസ്റ്റ ഫാഷനിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വളയുടെയും റിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എനിവേ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇനി കുറേ റിസർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഈ ഒരു സംഭവം. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നത് എന്താണ് ആ ഒരു ഐറ്റം എന്നായിരിക്കും. ആ നീളമുള്ളൊരു ഐറ്റം അത് കാണിച്ചു തരാം. ഈ ഒരു ഐറ്റം ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡൗട്ട് അടിക്കുന്നത്. ഇതെന്താണ് ഐറ്റം, കുറേ റിങ് മാതിരി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒരു സ്ക്വയർ ബോക്സ് ആണ്. സ്ക്വയർ ബോക്സ് അല്ല, ഇതൊരു റെക്റ്റാങ്കിൾ ബോക്സ് ആണ്. ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് കുറേ ഇതുപോലെ റിങ്സ് ഉണ്ട്. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രേസ്ലെറ്റിൻ്റെ അളവിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഇതിനകത്ത് അളവ് എഴുതിയിട്ടുണ്ട്. 13 സെൻറ്റിമീറ്റർ, 14 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 16, 17, 18, 19, 20 ഇത്രയും സെൻറ്റിമീറ്ററുള്ള ഓരോ റിങ്ങാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ മുത്തൊക്കെ വെച്ചിട്ട് അളന്ന് നോക്കി വെച്ച് ചെയ്യാം. സാധാരണ എൻ്റെ കൈ ഭയങ്കര ചെറുതായതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളവരുടെ അളവ് കിട്ടാൻ ഭയങ്കര പാടാണ്. എത്ര വേണ്ടി വരും, അവർക്ക് എത്രയാവും, അപ്പോൾ കൂടിയും കുറഞ്ഞും അങ്ങനെ പോകും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. മാക്സിമം അത്യാവശ്യം എല്ലാവർക്കും വേണ്ടുന്ന ഒന്നെങ്കിൽ 15 അല്ലെങ്കിൽ 14 ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ബ്രേസ്ലെറ്റ്സ് ചെയ്തെടുക്കാം. ഇതും ബീറ്റ്സ് ആൻഡ് ഫാഷനിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഇത് സംഭവം ഒരു പ്ലാസ്റ്റിക് മാതിരിയാണ് ഇരിക്കുന്നത്, അല്ലാതെ ഭയങ്കര കട്ടിയൊന്നുമില്ല ഇതിന്. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ ഇരിക്കും, ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെ ഉണ്ടാവും. ഇത് പ്രത്യേകിച്ച് ഒരു കട്ടിയില്ല, ഇങ്ങനെ വീശാം. പക്ഷേ ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 250 രൂപയാണ് ഈ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ വില വരുന്നത്. പക്ഷേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വേറെ എല്ലായിടത്തും നോക്കി, ഇത് കിട്ടിയില്ല. പിന്നെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു റേറ്റ് വരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് സോഫ്റ്റാണ്. പിന്നെ വേറെ കളേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ കളറേ അതിനകത്ത് ഞാൻ കണ്ടോളൂ. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് മാലയൊക്കെ ചെയ്യുന്ന ആ ഒരു പെട്ടിയുടെ കിട്ടും. മാലയുടെ അളവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇങ്ങനെ ഉള്ളത് ഉണ്ട്. പിന്നെ ഞാൻ അധികം അങ്ങനെ നെക്ലസ് ഒക്കെ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കും, എന്നാലും അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റഡ് അല്ല. എന്നാലും പുതിയതൊക്കെ ഇനി വരും കേട്ടോ. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യുമെന്ന്. നമ്മൾ വാങ്ങിയ നമ്മുടെ ഈ ഒരു മുത്തിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മുത്തിൽ നിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പച്ച കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതുപോലെ പച്ചയും അതിൻ്റെ കുറച്ചും കൂടെ ലൈറ്റായിട്ടിരിക്കുന്ന പച്ചയും, കണ്ടില്ലേ? അപ്പം നമ്മൾ ഇതുപോലെ ഇവിടെ കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്വർണ്ണ കളറുള്ള മുത്തുകളും എടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ നമുക്കിതാ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും അളവിൽ ഒരു ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും മുത്തുകളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് 9 മുത്തുകളാണ് വേണ്ടി വന്നത്. 9 ഇതുപോലെ കടും പച്ച, ലൈറ്റ് പച്ച 9 എണ്ണം, നമ്മളുടെ ഈ ഒരു ഗോൾഡൻ കളറും നമുക്ക് 9 എണ്ണമാണ് ആവശ്യം വന്നത്. പിന്നെ നമുക്ക് ഈ ഒരു രീതി മാത്രമേ, ഇതെല്ലാം പറക്കി ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വയർ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ അളവെടുത്തിട്ട് കട്ടൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ രീതിയിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു അളവ് നോക്കിയിട്ട് നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതി മാത്രമല്ല, ഇതിനകത്ത് ഞാൻ വേറെ കുറച്ച് സംഭവം കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് എന്തുമായാലും ഇതൊന്ന് കൊരുത്തെടുക്കാം. അപ്പം ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇതുപോലെ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത് കൊരുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിതുപോലെ ചെയിനും കൂടി ഇട്ട് കൊടുക്കാം. കാരണം അറിയാലോ, ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് 2 മുത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ട് ഹെഡഡ് ബോൾ പെൻസ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഈ ഒരു മുത്തിൽ നിന്ന് നമുക്ക് ചെറിയ 2 മുത്തെടുക്കാം. ഒന്ന് ഇതുപോലെ ഡാർക്ക് കളറിലെയും പിന്നീട് ഒന്ന് ഇതുപോലെ കുഞ്ഞ് പച്ച കളർ, കാരണം അതേ നമ്മുടെ കയ്യിലുള്ളൂ. എന്നിട്ട് നമുക്കിതുപോലെ റൗണ്ട് ഹെഡഡ് ബോൾ പെൻസിൽ ഈ ഒരെണ്ണം കൊരുത്തിട്ട് നമ്മളുടെ ഈ ഒരു മുത്തിട്ട് കൊടുക്കാം. ഇത് ആക്ച്വലി ഭയങ്കര ലൈറ്റ് പച്ചയൊന്നുമല്ല, ഇത് വേറെ ഒരു കളറാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ അറിയത്തില്ല. എന്നിട്ട് നമുക്കിതെടുത്തിട്ട് ഈ ഒരെണ്ണത്തിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ കൊരുത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ അങ്ങ് ചുറ്റി ചുറ്റി അങ്ങ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് റെഡിയാവും. നമ്മളുടെ അടുത്തൊരു ചെയിനും ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ 2 ചെയിനും ഒരെണ്ണം ഇച്ചിരി വലുതും ഒരെണ്ണം അതിനേക്കാളും ഇച്ചിരി ചെറുതുമാണ് കേട്ടോ. എന്നാലേ ഒരു കാണാനൊരു ഭംഗിയുള്ളൂ. രണ്ടും ഒരേ അളവല്ല ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൊരുത്തോണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും ഒരിടത്ത് തന്നെയാണ് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. എന്നിട്ട് നമ്മൾ ബാക്കിയും കൂടെ അങ്ങ് കൊഴുത്ത് എടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മാലയും ആക്കി എടുക്കാം. എന്നാലും നമുക്ക് ബ്രേസ്ലെറ്റ് മതി എന്നുള്ളത് കൊണ്ട് നമ്മളിതാ ചെയ്തത്. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് കെട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇത് കാണാൻ എന്തൊരു ഭംഗിയുണ്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ നെക്സ്റ്റ് മന്ത് തൊട്ട് എൻ്റെ സെയിൽസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ബ്രേസ്ലെറ്റ്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. കണ്ടില്ലേ എന്തൊരു രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മളിത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബ്രേസ്ലെറ്റ് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കിത് ഭയങ്കര ആവശ്യമായിരുന്നു, കാരണം എനിക്ക് ആ ഒരു അളവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സംഭവം സൂപ്പറായിട്ട് ഉണ്ട്. പക്ഷെ വില മാത്രം കുറച്ച് കൂടിപ്പോയി. ഈ ഒരു പ്ലാസ്റ്റിക്കിനാണ് 250 രൂപ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇനി എന്തെങ്കിലും കാര്യമൊക്കെ കാണുമായിരിക്കും, അറിയില്ല. ബട്ട് എനിവേ ഇത് കൊള്ളാം. പിന്നെ ഞാൻ വേറെ 2 ഐറ്റവും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ 2 എണ്ണവും നമ്മൾ മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മുമ്പേ ഞാൻ ഇതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഇട്ടിട്ടുള്ളതാണ്.
അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഗോൾഡനും വൈറ്റും ആയിട്ടുള്ളതും, ഇത് നമ്മുടെ മൾട്ടി കളറായിട്ടുള്ളത്. പിന്നെ ഇതിന് റേറ്റ് വരുന്നത് 213, ഇതിന് 290 ആ ഒരു റേറ്റ് ആയിരുന്നു. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇത് വാങ്ങിയൊക്കെ ചെയ്യാം. കണ്ടില്ലേ, ഇത് സംഭവം രസമൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഐറ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ മുത്തെടുത്തേക്കുന്നത് നമ്മളുടെ ഈ ഒരു ബോക്സിൽ നിന്നാണ് കേട്ടോ. സംഭവം സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ ഇതൊക്കെയാണ് മീഷോയിൽ നിന്ന് വാങ്ങിയേക്കുന്ന ഐറ്റംസ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ നിങ്ങളെ ബാക്കി ഒക്കെ കാണിക്കാം. അപ്പോൾ നമ്മളുടെ ഐറ്റംസ് എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവർ ഇത് വാങ്ങിക്കോ. താഴെയെല്ലാം ഞാൻ സംഭവം കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറയാം. അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ ആ ഡൗട്ട്സിനെ കുറിച്ചുള്ള സംഭവങ്ങളെല്ലാം കിടപ്പുണ്ട്. റീലൊക്കെ ഒന്ന് ഇച്ചിരി നോക്കിയാൽ മതി. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, എന്നാലേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിച്ചാൽ പറഞ്ഞൊക്കെ തരാം. ഞാൻ ചില ടൈമിൽ കാണത്തില്ല, അതുകൊണ്ടാണ് റിപ്ലൈ തരാനൊക്കെ വൈകുന്നത് അല്ലെങ്കിൽ തരാൻ പറ്റാത്തത്. പക്ഷേ എന്താണെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.